വെൽക്കം ടു റെസിപ്പി ടൈൽസ്. ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കക്ക റോസ്റ്റ് ആണ്. നമുക്ക് ആദ്യം ഇവിടെ കക്ക ഇറച്ചി ക്ലീൻ ചെയ്യാം. ഇവിടെ 250 ഗ്രാം കക്കയാണ് എടുത്തിരിക്കുന്നത്. കക്ക പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് ഒക്കെ കളയണം. ഇല്ലെങ്കിൽ നമ്മുടെ വയറിന് പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് ഇത് പ്രസ് ചെയ്ത് കളയുന്നത് തന്നെയാണ് നല്ലത്. അതിനുശേഷം ഉപ്പും വിനാഗിരിയും ഉപയോഗിച്ച് നന്നായി അതിൻ്റെ ഉളുമ്പെല്ലാം കളയണം. അതിനുശേഷം ഓരോ പ്രാവശ്യവും കഴുകുമ്പോൾ അത് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ ഒരു 6-7 തവണ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ കക്ക ഇറച്ചിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കുക. കക്കയിൽ വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് വേകുമ്പോൾ വെള്ളമിറങ്ങും. അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുക. 2 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുക. വെള്ളം വറ്റുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. കക്ക വേകുന്ന സമയം കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വഴറ്റിയെടുക്കാം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായതിനു ശേഷം 1/4 കപ്പ് തേങ്ങ അരിഞ്ഞത് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റുക. ബ്രൗൺ കളർ ആയതിനു ശേഷം 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും 10 വെളുത്തുള്ളിയും ചതച്ചതും കൂടി വഴറ്റുക. ഫ്ലെയിം ലോയിലായിരിക്കണം. 15 സെക്കൻഡ് വഴറ്റിയതിനു ശേഷം ഉള്ളി 10 ചെറുതായി അരിഞ്ഞത്, 1 സവോള അരിഞ്ഞതും, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് നടുവേ മുറിച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റുക. സവോള ബ്രൗൺ കളർ ആയതിനു ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പച്ച ചുവ മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ 20 സെക്കൻഡ് വഴറ്റുക. വഴറ്റിയതിനു ശേഷം വേവിച്ച കക്ക അതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ നന്നായി ഉലർത്തിയെടുക്കാം. ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഉലർത്തിയെടുക്കാം. അതിനുശേഷം ചിലർക്ക് നന്നായി മൊരിഞ്ഞ് ബ്ലാക്ക് കളർ ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കുറച്ച് നേരം കൂടി ഉലർത്തിയെടുക്കുക. കക്ക ഉലർത്തുമ്പോൾ കരിഞ്ഞു പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കക്ക ഉലർത്തുമ്പോൾ നമുക്ക് കക്ക എണ്ണയിൽ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. അങ്ങനെ 15-20 മിനിറ്റ് നമ്മൾ ഉലർത്തിയെടുത്തതിന് ശേഷം 20 മിനിറ്റ് ഉലർത്തിയതിന് ശേഷം വാങ്ങാറാകുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കക്ക റോസ്റ്റ് ചോറിൻ്റെ കൂടെയും കപ്പപ്പുഴുക്കിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു അടിപൊളി കോംബോയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. റിസൾട്ട് കമൻറ്റിൽ അറിയിക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.